because it is there. Hero is celebrating. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഇക്കഴിഞ്ഞ 11 വർഷം ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് ചെയ്തത് എന്താണ്? മികച്ചെന്ന് തോന്നിപ്പിക്കുന്ന വിദേശ താരങ്ങളെ ടീമിലേക്ക് എത്തിക്കും. ശേഷം മികച്ച രീതിയിൽ കളിക്കുന്ന താരങ്ങളെപ്പോലും മറ്റൊരു സീസണിലേക്ക് പരിഗണിക്കാതെ പുതിയ വിദേശ താരങ്ങളെ സൈൻ ചെയ്തുകൊണ്ടേയിരിക്കും. വർഷങ്ങളായി നാം കണ്ടുവരുന്ന ഒരു പ്രോസസ്സാണിത്. അതിൽ ചിലർ നിലവാരം പുലർത്തി തുടരുകയും ചെയ്യാറുണ്ട്. ഇതൊരു മോശം പ്രക്രിയ ആയിരുന്നില്ല. പക്ഷേ സീസണിന് മുന്നേ സൃഷ്ടിക്കപ്പെടുന്ന മുൻവിധികൾക്കൊത്ത് ശരിവെക്കും തരത്തിൽ ISL മാച്ചിൻ പുറങ്ങളിൽ പലർക്കും പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം. എന്നാൽ അതിനുള്ള സമയവും അവർക്ക് ലഭിക്കുന്നില്ലതാണ്. ഓരോ വർഷം തുടരുന്ന ഇത്തരം കൂടുമാറ്റങ്ങളെ ആരാധകർ പലപ്പോഴും വിമർശിക്കാറുണ്ട്. ISL പരിചയമുള്ള കഴിവ് തെളിച്ച താരങ്ങളെ നിലനിർത്താൻ ശബ്ദമുയരുമ്പോഴെല്ലാം പുതിയ താരങ്ങളെ കൊണ്ടുവന്ന് ഹൈപ്പ് കൂട്ടി ആരാധകരുടെ കണ്ണിൽ പൊടിയിടുകയായിരുന്നു പതിവ്. അതാണല്ലോ റിയാലിറ്റി. ISLലെ മറ്റു ടീമുകളെല്ലാം മികച്ച രീതിയിൽ ഫ്യൂച്ചറിനെ കാണുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പൾസിനെ മുതലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുകയായിരുന്നു. പരിശീലനയുടെ കാര്യത്തിലും ഇത്തരത്തിൽ തന്നെ കാര്യങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ കാലങ്ങളെല്ലാം ഇനി നമുക്ക് മാറ്റി നിർത്താം. ഈ ഒരു സീസണിന് മുന്നേ താരതമ്യേന മികച്ച സ്ക്വാഡ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പക്കലുണ്ടായിരുന്നു. കാറ്റാലയുടെ വരവും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് കൊണ്ടുവന്ന താരങ്ങളും നിറഞ്ഞപ്പോൾ പുതിയൊരു പ്രതീക്ഷ കൂടി ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ്റെയും മനസ്സിൽ ഉടലെടുത്തുകൊണ്ടേയിരുന്നു. കൂടെ കിരീടം നേടാനായില്ല എങ്കിൽ പോലും സൂപ്പർ ലീഗിലെ പെർഫോമൻസുകളും മൂമെൻറ്റുകളും നൽകിയത് വലിയ വിശ്വാസം കൂടി തന്നെയായിരുന്നു. പക്ഷേ പെപ്രാഹിംനെസ് തുടങ്ങിയ താരങ്ങളെ ബലി കൊടുത്തത് ആരാധകരിൽ നിന്നും മറച്ചു വയ്ക്കുവാനും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് സാധിക്കുന്നുണ്ട്. ഇനിയെല്ലാം ക്ലബിൻ്റെ നിലനിൽപ്പിനും ഉയർച്ചയ്ക്കും വേണ്ടിയാണെന്ന് വിശ്വസിക്കേണ്ടി വരും. നമുക്ക് വിലയിരുത്തേണ്ടിയും വരും. ഇന്ത്യൻ ഫുട്ബോളിലുണ്ടായ തകർച്ച അഥവാ അപമാനത്തിൻ്റെ കഥ വീണ്ടും പുതിയ ബ്ലാസ്റ്റേഴ്സ് ചരിത്രത്തിന് എതിരെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് പലതിനും നിർബന്ധിതരാകുന്നുണ്ട്. മ്യൂച്വൽ കോൺട്രാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ പലരെയും പണിയിറക്കി വിടേണ്ടി വരുന്നുണ്ട്. അതിലൊടുക്കം ഐമനും മസറും വരെയും ബലിയാടാകുന്നു. ഓരോ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ ഹൃദയമെടുപ്പായ വികാരമായ സാക്ഷാൽ അഡ്രിയാൻ നിക്കോളസ് ലൂണെ വരെ ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകുന്നുണ്ട്. പുതുതായി കൊണ്ടുവന്ന താരങ്ങളെപ്പോലും ദിവസങ്ങൾക്കുള്ളിൽ ബ്ലാസ്റ്റേഴ്സ് റിലീസ് ചെയ്യുന്നു. അതേ തുടർന്ന് വിവാദങ്ങളും സംവാദങ്ങളും ഉയർന്നു. ആരാധകർ വിമർശനം കുറിക്കാൻ ആരംഭിച്ചു തുടങ്ങിയപ്പോൾ അവിടെയാണ് മുന്നേ ഒരുക്കി വെച്ച ആസൂത്രണം കെട്ടഴിക്കപ്പെടുന്നത്. നിരവധി താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് മണിക്കൂറുകൾക്കകം തന്നെ സൈൻ ചെയ്യുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ആരാധകരുടെ തലച്ചോറിനെ അവർ നിയന്ത്രിക്കുന്നുണ്ട്. പഴുതുകളെല്ലാം മടച്ച് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് പുതിയ തന്ത്രം ഇറക്കി വിടുന്നുണ്ട്. പഴയതെല്ലാം മറന്ന് പുതിയതിനൊപ്പം ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സ് സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. അതെ, ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഒരു രക്ഷയുമില്ല എന്ന ഒരു ഹാഷ്ടാഗ് ഉണ്ട്. യഥാർത്ഥത്തിൽ ആരാണ് പറ്റിക്കപ്പെടുന്നത്? അതൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നുണ്ട്. വിവാദങ്ങളും സംവാദങ്ങളും വിമർശനങ്ങളുമെല്ലാം ഇങ്ങനെ നിലനിൽക്കുമ്പോഴും എല്ലാം ക്ലബിൻ്റെ നല്ലതിനെയാണ് എന്ന് വിശ്വസിക്കേണ്ടി വരുന്നുണ്ട്. കാരണം ഇനി വരുന്ന ISLൻ്റെ നിലവാരം എങ്ങനെയാണെന്ന് പ്രവചിക്കാൻ കൂടി സാധിക്കില്ല. പക്ഷേ എന്നിട്ടും മടുക്കാത്ത മനസ്സുമായി ആരാധകർ ബ്ലാസ്റ്റേഴ്സിനെ കൈവിടാതെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് നിൽക്കുന്നത് ഈ ക്ലബ്ബ് ജനിച്ചത് കേരളത്തിനായിട്ടാണ് എന്ന മനോവികാരം ഒന്നുകൊണ്ട് മാത്രമാണ്. നിലവാരവും സ്ഥിരതയും ISL മാച്ചിൽ പുറങ്ങളിൽ പരിചയസമ്പത്തുമുള്ള ഇന്ത്യൻ താരങ്ങളുടെ കഴിവുകൾ തന്നെയാണ് ഇവിടെ വിജയിക്കപ്പെടുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആരാധകരുടെ കൂട്ടത്തിൽപ്പെടുന്ന ആളാണ് ഞാൻ. കിരീട നേട്ടത്തിലേക്കും ഏക പോംവഴി അതുതന്നെയാണെന്ന് ഇന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിലേക്ക് മികച്ച വിദേശ താരങ്ങൾ കൂടിച്ചേരുമ്പോൾ പ്രതീക്ഷകൾ ഇരട്ടിയായി വളരും. അങ്ങനെ മികച്ച ഇന്ത്യൻ താരങ്ങളുടെ ഒരു കൂട്ടം നിര തന്നെയുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ പക്കൽ, ചിലരെ മാറ്റി നിർത്തിയാൽ പോലും. ഈ സീസണിൽ ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാവി എന്താകുമെന്ന് പ്രവചിക്കാൻ കൂടി നമുക്ക് സാധിക്കില്ല. ഈ സൈനികങ്ങൾ പ്രതീക്ഷയ്ക്ക് വകയുള്ള ആളെന്ന് തിരിച്ചറിയണമെങ്കിൽ കളി കണ്ടാൽ മാത്രമാണ് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കൂ. ഇന്ത്യൻ ഫുട്ബോൾ തകർന്നാലും തകർത്താലും ISL നിലവാരം കുറഞ്ഞാലും ഉയർന്നാലും ബ്ലാസ്റ്റേഴ്സ് എന്ന വികാരം ഞങ്ങളുടെ ബ്ലഡിൽ എന്നും നിലനിൽക്കും. അവർക്ക് വേണ്ടി ഞങ്ങൾ ശബ്ദമുയർത്തുവാൻ ആ ഗാലറിയിലുണ്ടാകും. ആ വികാരത്തെ എത്ര വിറ്റ് കാശുണ്ടാക്കിയാൽ പോലും. അത് ഇനി ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ദൃഷ്ടാന്തങ്ങൾക്കായുള്ള കാത്തിരിപ്പ്, ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയങ്ങൾക്ക്
മാത്രമുള്ള കാത്തിരിപ്പ്. ആവർത്തിച്ച് പറയുന്ന ചോദ്യമതാണ്.